Welcome to Excellent Tuition Center, Palimukku, Irshad Junction. Admission started. New classes begin April 16th. PSC, UPSC പരീക്ഷകളെ അഭിമുഖീകരിക്കുന്നവർക്ക് വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഇന്നത്തെ ക്ലാസ്. ഭരണഘടനാ ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയിലെ 20-ാം പാർട്ടിലും 368-ാം ആർട്ടിക്കിളിലും ഉൾപ്പെട്ടു. ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് അധികാരമാർക്കാണെന്നറിയാമോ? ഇന്ത്യൻ പാർലമെൻറ്റിലാണ്. നിലവിൽ 105 ഭേദഗതികളാണ് നടന്നിട്ടുള്ളത്. 106-ാമത്തെ ഭേദഗതി നടന്നു വരുന്നു. ഭരണഘടനയുടെ ഭാഗം 20-ലും അനുച്ഛേദം 368-ലുമാണ് ഭേദഗതിയെക്കുറിച്ച് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഇന്ത്യ സ്വീകരിച്ചത് ദക്ഷിണാഫ്രിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. രാഷ്ട്രപതിക്ക് നിരസിക്കാനോ തിരിച്ചയക്കാനോ സാധിക്കാത്ത ബില്ലാണ് ഭരണഘടനാ ഭേദഗതി ബിൽ എന്നറിയുന്നത്. ഒരു ഭരണഘടന എങ്ങനെയാണ് ഭേദഗതി ചെയ്യുന്നത്? ഇത് ഇന്ത്യൻ ഭരണഘടനയിൽ 368-ാം ഭാഗത്ത് 368-ാം ആർട്ടിക്കിളിൽ 20-ാം ഭാഗത്താണ് ഉൾപ്പെടുത്തുന്നത്. ഭാഗം നമ്പർ 20, ആർട്ടിക്കിൾ നമ്പർ 368. പ്രത്യേകം ഓർത്തിരിക്കണം, ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് 20-ാമത്തെ ഭാഗത്തിലും അഥവാ 20-ാമത്തെ പാർട്ടിലും 368-ാമത്തെ ആർട്ടിക്കിളിലുമാണ് ഇതേക്കുറിച്ച് പരാമർശം ഉള്ളത്. ഇത് പ്രകാരം രാഷ്ട്രപതിക്ക് നിരസിക്കാനോ തിരിച്ചയക്കാനോ സാധിക്കാത്തൊരു ബില്ലാണ് ഭരണഘടനാ ഭേദഗതി ബില്ലെന്നത്. ഭരണഘടന ഭേദഗതി ചെയ്യാൻ അധികാരം ആരിൽ നിക്ഷിപ്തമാണെന്ന് ചോദിച്ചാൽ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ പാർലമെൻറ്റിന് മാത്രമാണ്. ഭരണഘടന എങ്ങനെ ഭേദഗതി ചെയ്യാം? പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ ഭേദഗതിക്ക് വേണ്ടി ഒരു ബിൽ അവതരിപ്പിച്ച് ഭരണഘടനാ ഭേദഗതിക്കുള്ള നടപടിക്രമം ആരംഭിക്കും. ഇതാണ് ആദ്യത്തെ നടപടി. അതായത് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ ഭേദഗതിക്ക് വേണ്ടി ഒരു ബിൽ അവതരിപ്പിച്ച് ഭരണഘടനാ ഭേദഗതിക്കുള്ള നടപടിക്രമം ആരംഭിക്കുന്നു. പ്രസ്തുത ബിൽ പാർലമെൻറ്റിൻ്റെ ഓരോ സഭ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാജ്യസഭയിലെയും ലോകസഭയിലെയും ആകെ അംഗസംഖ്യയുടെ ഭൂരിപക്ഷത്തോടും സഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളിൽ 2 ഭാഗത്തിൽ കുറയാത്ത ഭൂരിപക്ഷത്തോടും കൂടി പാസാക്കി രാഷ്ട്രപതിക്ക് സമർപ്പിക്കുകയും രാഷ്ട്രപതി ആ ബില്ലിന് അനുമതി നൽകുകയും ചെയ്യുമ്പോഴാണ് ഭരണഘടന ഭേദഗതി ചെയ്യപ്പെടുന്നത്. ഒന്നുകൂടി വ്യക്തമായി പറയാം. പ്രസ്തുത ബിൽ പാർലമെൻറ്റിൻ്റെ ഓരോ സഭയിലെയും ആകെ അംഗസംഖ്യയുടെ ഭൂരിപക്ഷത്തോടും സഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളിൽ 2 ഭാഗത്തിൽ കുറയാത്ത ഭൂരിപക്ഷത്തോടു കൂടി പാസാക്കി രാഷ്ട്രപതിക്ക് സമർപ്പിക്കുകയും രാഷ്ട്രപതി ആ ബില്ലിന് അനുമതി നൽകുകയും ചെയ്യുമ്പോഴാണ് ഭരണഘടന ഭേദഗതി ചെയ്യപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടന 3 വിധത്തിൽ ഭേദഗതി ചെയ്യും. എത്ര വിധത്തിൽ ഭേദഗതി ചെയ്യാം? 3 വിധത്തിൽ ഭേദഗതി ചെയ്യാം. 1, പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും കേവല ഭൂരിപക്ഷമുണ്ടെങ്കിൽ. ഒന്നാമത്തത്, പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും കേവല ഭൂരിപക്ഷമുണ്ടെങ്കിൽ പുതിയ സംസ്ഥാന രൂപീകരണം നടത്താൻ, സംസ്ഥാനങ്ങളുടെ അതിർത്തി പുനർനിർണ്ണയിക്കുന്നതിനുള്ള നടപടിക്രമം തുടങ്ങാൻ, സംസ്ഥാനങ്ങളുടെ പേരുമാറ്റാൻ, പൗരത്വ ഭേദഗതി വരുത്താൻ, ഇതിനെല്ലാം ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും കേവല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഈ ഭേദഗതി ചെയ്യാവുന്നതാണ്. രണ്ടാമത്തത്, മൗലിക അവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നിവ ഭേദഗതി ചെയ്യണമെങ്കിൽ പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. പ്രത്യേക ഭൂരിപക്ഷം എന്നാൽ സഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളിൽ 2 പേരുടെ പിന്തുണ ഉണ്ടാകണം. ഇത് സഭയിലെ മൊത്തം അംഗസംഖ്യയുടെ ഭൂരിപക്ഷം ആയിരിക്കുകയും വേണം. രണ്ടാമത് പറഞ്ഞത് മനസ്സിലായോ? മൗലിക അവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നിവ ഭേദഗതി ചെയ്യണമെങ്കിൽ പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. പ്രത്യേക ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ സഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളിൽ 2 പേരുടെ പിന്തുണ ഉണ്ടാവണം എന്നർത്ഥം. ഇത് സഭയിലെ മൊത്തം അംഗസംഖ്യയുടെ ഭൂരിപക്ഷമായിരിക്കുകയും വേണം. മൂന്നാമതായി, പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടവയും അധികാര വിഭജനം സംബന്ധിച്ച വ്യവസ്ഥകളും സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിവയുമായി ബന്ധപ്പെട്ടവയും ഭേദഗതി ചെയ്യുന്നതിന്
പാർലമെൻറ്റിൽ പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം തന്നെ പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും ആവശ്യമാണ്. എങ്കിൽ മാത്രമേ പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടവയും അധികാര വിഭജനം സംബന്ധിച്ച വ്യവസ്ഥകളും സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിവയുമായി ബന്ധപ്പെട്ടവ ഭേദഗതി ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പം ഇന്ത്യൻ ഭരണഘടന എത്ര തരത്തിൽ ഭേദഗതി ചെയ്യാമെന്ന് പറഞ്ഞു? 3 തരത്തിൽ ഭേദഗതി ചെയ്യാം. ഒന്ന്, പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും കേവല ഭൂരിപക്ഷമുണ്ടെങ്കിൽ നമുക്ക് സംസ്ഥാന രൂപീകരണം നടത്താം, സംസ്ഥാനങ്ങളുടെ അതിർത്തി പുനർനിർണ്ണയിക്കാം, സംസ്ഥാനങ്ങളുടെ പേര് മാറ്റാം, പൗരത്വ ഭേദഗതി വരുത്താം. ഇതെല്ലാം പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും കേവല ഭൂരിപക്ഷമുണ്ടെങ്കിൽ കഴിയിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ ഭേദഗതി ഏതൊക്കെയാണ്? മൗലികാവകാശം ഭേദഗതി ചെയ്യണമെങ്കിൽ, മാർഗനിർദ്ദേശക തത്വം ഭേദഗതി ചെയ്യണമെങ്കിൽ പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. പ്രത്യേക ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? സഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളിൽ 2 പേരുടെ പിന്തുണ ഉണ്ടാകണം. ഇത് സഭയിലെ മൊത്തം അംഗസംഖ്യയുടെ ഭൂരിപക്ഷം ആയിരിക്കുകയും വേണം. പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടവയും അധികാര വിഭജനം സംബന്ധിച്ച വ്യവസ്ഥകളും സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിവയുമായി ബന്ധപ്പെട്ടവയും ഭേദഗതി ചെയ്യുന്നതാണ് 3ാമത്തെ ഭേദഗതി. അത് ചെയ്യണമെങ്കിൽ പാർലമെൻറ്റിന് പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും ആവശ്യമാണ്. രാഷ്ട്രപതിക്ക് നിരസിക്കാനോ തിരിച്ചയക്കാനോ സാധിക്കാത്ത ബില്ലാണ് ഭരണഘടനാ ഭേദഗതി ബില്ലെന്ന് പ്രത്യേകം ഓർക്കേണ്ടത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഷെഡ്യൂൾ അഥവാ പട്ടിക ആകെ 12 എണ്ണമാണ്. ആ 12 എണ്ണം ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ഷെഡ്യൂളുകൾ എത്ര, അവയേതല്ല. ഷെഡ്യൂളുകൾ അഥവാ അതിൻ്റെ മലയാള പരിഭാഷ പട്ടിക എന്നാണ് പറയുന്നത്. അത് 12 എണ്ണമുണ്ട്. ഷെഡ്യൂളുകൾ അഥവാ പട്ടിക ഇന്ത്യൻ ഭരണഘടനയിൽ 12 എണ്ണമാണുള്ളത്. 1, സംസ്ഥാനം, കേന്ദ്രം എന്നിവയുടെ ഭരണം സംബന്ധിച്ച് 1ാം പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാഷ്ട്രപതി, ഗവർണർ, സുപ്രീം കോടതി, ഹൈക്കോടതി എന്നീ ജഡ്ജിമാരുടെയും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നിവരുടെയും ഭരണം സംബന്ധിച്ച വസ്തുതകളാണ് 2ാമത്തെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദേശീയ പ്രതിജ്ഞ അത് 3ാം പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യസഭയുടെ ഭരണവും അവരുടെ ചുമതലകളും സംബന്ധിച്ച് 4ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 5ാം പട്ടികയിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, പ്രദേശഭരണം എന്നീ ഗോത്രവർഗ പ്രദേശഭരണം എന്നിവയെക്കുറിച്ച് പറയുന്നത് 5ാം പട്ടികയിലാണ്. അതുകൂടാതെ ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നിവയെക്കുറിച്ച് 6ാം പട്ടികയിൽ, ഇതെല്ലാം ഗോത്രവർഗ ഭരണപ്രദേശങ്ങളാണ്, ഇതിനെയെല്ലാം 6ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 3 ലിസ്റ്റുകളാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഈ ലിസ്റ്റുകളെല്ലാം നമ്മൾ 7ാം പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭാഷകളെ നമ്മൾ 8ാം പട്ടികയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഭൂപരിഷ്കരണവും റെഗുലേഷനും ആക്റ്റുകളും എല്ലാം 9ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ 10ാം പട്ടികയിൽ കൂറുമാറ്റ നിരോധന ബിൽ അഥവാ ആൻറ്റി ഡിഫെക്ഷൻ ബിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത്, നഗരപാലിക ബിൽ തുടങ്ങിയവ പഞ്ചായത്ത് 11ാം പട്ടികയിലും, പഞ്ചായത്ത് രാജ്, പഞ്ചായത്ത് തുടങ്ങി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ച് 11ാം പട്ടികയിലും, നഗരപാലിക ബിൽ, മുനിസിപ്പാലിറ്റി എന്നിവ 12ാം പട്ടികയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇത് നമുക്ക് ഒരു പാഠ്യരൂപത്തിലേക്ക് പഠിച്ചു വച്ചാൽ മറന്നു പോകാതിരിക്കാൻ ഒരു പ്രതിവിധി എന്നോണം ഇത് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അതിനെ ഞാനൊന്ന് ചിട്ടപ്പെടുത്തിയെടുത്ത രീതിയിലേക്ക് നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. നോക്കാം. സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ 1ാം പട്ടി, രാഷ്ട്രപതിയും ഗവർണറും സുപ്രീം ഹൈക്കോടതി ജഡ്ജിമാരും CAGയും 2ാം പട്ടി, പ്രതിജ്ഞാരൂപം 3ാം പട്ടി, രാജ്യസഭയിലെ 4ാം പട്ടി, SC/ST പ്രദേശഭരണം 5ാം പട്ടി, ആമേത്രി മിസോറാം 6ാം പട്ടി, ഗോത്രവർഗ ഭരണപ്രദേശം 6ാം പട്ടി, യൂണിയൻ സ്റ്റേറ്റ് കൺകറന്റ് ലിസ്റ്റുകളെല്ലാം 7ാം പട്ടി, ഭാഷകളെല്ലാം 8ാം പട്ടി, ഭൂപരിഷ്കരണ റെഗുലേഷൻ ആക്റ്റുകളെല്ലാം 9ാം പട്ടി, കൂറുമാറിയ 10ാം പട്ടി, പഞ്ചായത്തിൽ 11ൽ, 12ൽ നഗരസഭ, നഗരപാലിക നിയമം എന്നിവ.